എണ്ണക്കടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാത എന്നത് നമുക്കറിയാം ഹോർമൂസ് കടലിടുക്കാണ്. അത് അടച്ചിരിക്കുന്ന സാഹചര്യം, അതിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇടപെടണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കില്ല. ഓരോ രാജ്യങ്ങളും അതിൽ ഇടപെടുക, അതിന് പരിഹാരം കണ്ടെത്തുക എന്നതിലേക്ക് അമേരിക്ക പോകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാന്റെ നാശം മാത്രമാണ് എന്ന നിലയിലേക്ക് സാഹചര്യം എത്തുകയാണോ? ലോകരാഷ്ട്രങ്ങളെ അടക്കം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് അതിലൂടെ കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കുന്നത്. അതും നമ്മുടെ സേനാ സംവിധാനങ്ങളെ അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇറാനുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടൊക്കെയാണ്. പക്ഷേ മറ്റു പല ലോകരാജ്യങ്ങൾക്കും അത്തരത്തിൽ സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടി നിൽക്കുമ്പോൾ അമേരിക്ക അതിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു സാഹചര്യം, അതിലൂടെ എന്താണ് അമേരിക്ക ശ്രമിക്കുന്നത്? ഇറാൻ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് അത് പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടക്കും. ഇതുവഴി ഒരു ആഗോള എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെയായിരുന്നു ഇറാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവർ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില അത് $150 മുകളിലേക്ക് എത്തും എന്നുള്ള ഒരു പരസ്യ ഭീഷണികൾ തന്നെ അവർ മുഴക്കിയിരുന്നു. എന്നാൽ പിന്നീട് പല ലോകരാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെ അവർ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും മുൻപിൽ മാത്രമാണ് ഹോർമൂസ് അടച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെ നടത്തിയ ചർച്ചകൾ. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് സംസാരിച്ചു. ഇതിനെല്ലാം തുടർന്നായിരുന്നു ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകാനുള്ള അനുമതി ഇറാൻ നൽകിയത്. പിന്നാലെ മറ്റു പല രാജ്യങ്ങൾക്ക് കൂടി ഇത്തരം അനുമതികൾ നൽകി. ചൈനീസ് കപ്പലുകളെ കടന്നു പോകാൻ അനുവദിച്ചിരുന്നു. അതുപോലെ ജപ്പാന്റെ കപ്പലുകൾക്ക് കടന്നു പോകാം എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായാലും ജപ്പാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. UK, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ജപ്പാൻ ഒരു സംയുക്ത പ്രസ്താവന വരെ പുറത്തിറക്കിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് ജപ്പാന്റെ കപ്പലുകൾക്ക് കടന്നു പോകാം എന്നൊരു അറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസൂദ് പെസഷ്കിയാനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ വിവിധ സാഹചര്യങ്ങൾ ചർച്ചയായതായിട്ടാണ് വിവരമുള്ളത്. ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാൻ കൂടുതൽ കപ്പലുകൾ ഇപ്പോഴും അനുമതി കാത്തു നിൽക്കുകയാണ്. ഇതിന് കടന്നു പോകാനുള്ള കാര്യം ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനോട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ മസൂദ് പെസഷ്കിയാൻ അത്തരം കാര്യങ്ങൾ, ഈ ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് വിവരമുള്ളത്. അദ്ദേഹം ഏറ്റവും പുതുതായിട്ട് നരേന്ദ്രമോദിയോട് പറഞ്ഞത് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു ചട്ടക്കൂട്, ഒരു സുരക്ഷ അടങ്ങുന്ന ഒരു ചട്ടക്കൂട് തയ്യാറാക്കണം. അതുപോലെ ആണവ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ ഇതിൽ ഒരു പങ്കാളിത്തം, ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പങ്കാളിത്തം, ഇതെല്ലാമാണ് മസൂദ് പെസഷ്കിയാൻ ചർച്ച ചെയ്തത്. ഹോർമൂസിന്റെ കാര്യം ചർച്ചയിൽ വന്നില്ല എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യം, ഇറാന്റെ ഈ ക്രൂഡ് ഓയിൽ, ഇറാന്റെ ഏതാണ്ട് 140 മില്യൺ വരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ പല സമുദ്രത്തിലായിട്ട് പല ഇടങ്ങളിലായിട്ട് ഇപ്പോഴും വ്യാപാരം നടത്താൻ സാധിക്കാതെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൂഡ് ഓയിലിന് മേലുള്ള ഉണ്ടായിരുന്ന ഉപരോധം അമേരിക്ക പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ കൂടി വിപണിയിൽ എത്തുന്നതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ വില അത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഉൾപ്പെടെ ഇത് വാങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഉൾപ്പെടെ വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ട്രംപ് തൻ്റെ നിലപാടുകളെ തുടർച്ചയായിട്ട് മാറ്റുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരുവിധ വ്യാപാരവും നടത്തുന്നില്ല. ഇത് കൂടുതലായി ആശ്രയിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ പേരുകൾ അദ്ദേഹം എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹോർമൂസിന്റെ സുരക്ഷയ്ക്കായി ഇത്തരം രാജ്യങ്ങൾ മുന്നിട്ട് വരണം. അമേരിക്ക ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. വേണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ചെയ്തു തരാം. അല്ലാതെ ഹോർമൂസിന്റെ സുരക്ഷയ്ക്കായി അമേരിക്ക ഇനി മറ്റ് സൈനിക നടപടികളൊന്നും തന്നെ സ്വീകരിക്കില്ല എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇന്ന് ആ ഒരു നിലപാട് നേരെ തിരിഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞത് ഈ ഹോർമൂസ് കടലെടുക്ക് ഇപ്പോൾ ഇറാൻ വേഗം തുറക്കണം, അല്ലെങ്കിൽ ഇറാന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നാണ്. അതായത് ആദ്യം ഒരു തവണ ഇടപെടില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ഇടപെടും എന്ന്
തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പക്ഷേ പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് US അകമ്പടി നൽകും എന്നാണ്. പിന്നീട് പല ലോകരാജ്യങ്ങളുടെയും സഹായം ഉൾപ്പെടെ ട്രംപ് ഇക്കാര്യത്തിൽ തേടിയിരുന്നു. പിന്നീട് മറ്റ് രാജ്യങ്ങളൊന്നും സഹായിക്കില്ല എന്നൊരു ചുറ്റുപാട് വന്നു. അതിനുശേഷമാണ് ട്രംപ് പിന്നീട് നിലപാട് മാറ്റി ഇത് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാക്കിയത്. ഇപ്പോൾ വീണ്ടും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന് തിരിച്ചടി എന്നുള്ളൊരു സന്ദേശം നൽകുന്നു. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ 48 മണിക്കൂർ സമയമുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ ഇറാൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യം തന്നെയാണ്. അവർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത് അവരെ ആക്രമിച്ചാൽ, അവരുടെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എനർജി റിസോഴ്സുകളെ ആക്രമിക്കുമെന്നാണ്. എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതും നിർണായകം തന്നെയാണ്. യെസ്, എന്തായാലും യുദ്ധം തുടരുകയാണ്. യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചനകൾ ആയിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത് എങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ്. അജയ്, നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളിലെല്ലാം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന, അതായത് 48 മണിക്കൂർ എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മറ്റ് രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഇറാന്റെ പ്രത്യാക്രമണവും ഈ മുന്നറിയിപ്പുകളിലുള്ള ഇറാന്റെ നീക്കങ്ങളും, അത് നമുക്കറിയാം. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ പുറത്ത് ലോകം അറിയുക എന്നത് അങ്ങേയറ്റം പ്രയാസകരം തന്നെയാണ്. എങ്കിൽ പോലും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ നിലവിൽ അവർ ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തായാലും അവർ പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഇതിനു മുൻപേ അവരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി ഹോർമുസ് കടലിടുക്ക് മറ്റ് എല്ലാ ലോകരാജ്യങ്ങൾക്കുമായി തുറന്നിട്ടുണ്ട്. ഇത് US-നും ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികൾക്ക് മാത്രമാണ് ഇത് അടഞ്ഞുകിടക്കുന്നത് എന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരുന്നത്. എന്നാൽ കപ്പലുകൾക്കുൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നതിന് കടുത്ത ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ആക്രമണങ്ങൾ നടന്നിരുന്നു. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് UAE-യുടെ തീരത്ത് നിന്നും 11 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഒരു കപ്പൽ, ഒരു ടാങ്കർ കാരിയറാണ് ഇത്. ഇങ്ങനെ ഒരു വലിയ കാരിയർ അടക്കം ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപെയാണ് പുറത്തു വന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ ലോകരാജ്യങ്ങൾക്കും ഇതുവഴി ഈ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സുരക്ഷിതമായി ഗതാഗതം നടത്തുക എന്നുള്ളത് വലിയ ഭീഷണി തന്നെയാണ്. ഈ ഒരു പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഹോർമുസ് കടലിടുക്ക് അഥവാ പൂർണ്ണമായി തുറന്നാൽ പോലും ഇനി പഴയതുപോലെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹോർമുസ് ഒരു ഭീഷണി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭീഷണി കാരണം ആഗോളതലത്തിൽ ഉയരുന്ന ഒരു ക്രൂഡ് ഓയിലിന്റെ വില, ഇത് ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. ട്രംപ് പറഞ്ഞത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നത് ആത്യന്തികമായി അത് അമേരിക്കൻ പൗരന്മാർക്ക് നല്ലതിനായിരിക്കും, അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ അത് നല്ലതാക്കാൻ സഹായിക്കുമെന്നെല്ലാം ട്രംപ് ചില മണ്ടൻ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഇതിന് അമേരിക്കയിൽ നിന്ന് തന്നെ നിരവധി വിമർശനങ്ങൾ വന്നതാണ്. കാലിഫോർണിയ ഗവർണർ ഉൾപ്പെടെ കടുത്ത ഭാഷയിലാണ് ഇതിനെ വിമർശിച്ചത്. അതായത് ജനങ്ങൾ പട്ടിണി കിടന്ന് ചത്താലും ഇത്തരത്തിൽ ഈ ക്രൂഡ് ഓയിൽ വില ഉയർന്നതുകൊണ്ട് രാജ്യത്തിന് പ്രയോജനം എന്നതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് കാലിഫോർണിയ ഗവർണർ ഉൾപ്പെടെ എടുത്ത് ഒന്ന് പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അമേരിക്കയിലെ സ്ഥിതി നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്യാസ് പ്രൈസ് അനിയന്ത്രിതമായിട്ട് ഉയരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ക്രൂഡ് ഓയിൽ വില ഇപ്പോഴും ഒരു ആശ്വാസജനകമായിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് 100-ന് മുകളിൽ തന്നെയാണ്, $100 മുകളിൽ തന്നെയാണ്. അപ്പോൾ ഈ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഈ സമ്മർദ്ദങ്ങൾ പല രാജ്യത്തു നിന്നും ഉയരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഡെഡ് ലൈൻ ഇറാന് മുന്നിൽ വച്ചിരിക്കുന്നത്. യെസ്, അതാണ്. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം ആരംഭിച്ചിട്ട് 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു. യുദ്ധത്തിന് ഒരു തരത്തിലുമുള്ള ഇടവേളയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. ലോകവ്യാപകമായി തന്നെ ഇന്ധനത്തിന് വില കൂടുന്ന സാഹചര്യം ആണ് ഉള്ളത്. അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില ബാരലിന്
$100 മുകളിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഏതാണ്ട് $60 ഒക്കെ ആയിരുന്നു വിലയെങ്കിൽ അത്രമേൽ വില വർദ്ധിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ ഇന്ധന വിലയിൽ ഏതാണ്ട് 60% മുകളിലൊക്കെയാണ് വർധനം. അതായത് 100 രൂപ ആയിരുന്നു വിലയെങ്കിൽ 160 രൂപയിലേക്ക് എത്തുന്നു. പക്ഷേ രാജ്യത്ത് ഇപ്പോഴും ഈ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒന്നും വില വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നില്ല, ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. അത് കൂടുതൽ വൈകുന്നുവെങ്കിൽ തീർച്ചയായും എല്ലാ രാജ്യങ്ങളും നേരിടുന്നത് പോലെയുള്ള പ്രതിസന്ധി ഇന്ത്യയിലും നേരിടും. അത് വലിയ വിലക്കയറ്റത്തിന് അടക്കം വഴിയൊരുക്കുന്ന സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.